IPL 2025 ഡൽഹി ക്യാപിറ്റൽസ് ലക്നൗ സൂപ്പർ ജയൻസ് മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിന് 210 റൺസിന്റെ വിജയലക്ഷ്യം. മികച്ച തുടക്കമാണ് സൂപ്പർ ജയൻസിന് ലഭിച്ചത്. ആദ്യ വിക്കറ്റിൽ ഏഡൻ മാർക്രവും മിച്ചൽ മാർഷും ചേർന്ന് 46 റൺസിന്റെ കൂട്ടുകെട്ട് പടുത്തുയർത്തി. 13 പന്തിൽ 15 റൺസ് നേടിയ മാർക്രമിനെ പുറത്താക്കി വിപ്രജ് നിഗമാണ് കൂട്ടുകെട്ട് പൊളിച്ചത്. മിച്ചൽ സ്റ്റാക്കിന് ക്യാച്ച് നൽകിയായിരുന്നു താരത്തിന്റെ മടക്കം. വൺ ഡൗണായി വെടിക്കെട്ട് വീരൻ നിക്കോളസ് പൂരനാണ് ക്രീസിലെത്തിയത്. ആദ്യ മിനിറ്റ് മുതൽക്ക് തന്നെ എതിരാളികൾക്കുമേൽ കാട്ടുതീയായി പടർന്ന് പൂരൻ സ്കോർ ബോർഡിന് വേഗം നൽകി. ഒരു വശത്ത് നിന്ന് മാഷ് തകർത്തടിക്കുമ്പോൾ മറുവശത്ത് പൂരന്റെ താണ്ഡവത്തിനാണ് ആരാധകർ സാക്ഷ്യം വഹിച്ചത്. രണ്ടാം വിക്കറ്റിൽ 87 റൺസിന്റെ കൂട്ടുകെട്ടാണ് ഇരുവരും പടുത്തുയർത്തിയത്. ടീം സ്കോർ 132 നിൽക്കവേ മാർഷിനെ ടീമിന് നഷ്ടമായി. 32 പന്തിൽ 200 സ്ട്രൈക്ക് റേറ്റിൽ 72 റൺസാണ് താരം സ്വന്തമാക്കിയത്. മാഷിന് ശേഷം ക്യാപ്റ്റൻ ഋഷഭ് പന്താണ് ക്രീസിലെത്തിയത്. IPLന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തുകയ്ക്ക് ലക്നൗ സ്വന്തമാക്കിയ വിക്കറ്റ് കീപ്പർ ബാറ്ററുടെ ആദ്യ മത്സരമെന്ന നിലയിൽ ആരാധകരും വലിയ പ്രതീക്ഷയാണ് താരത്തിൽ വെച്ചുപുലർത്തിയത്. എന്നാൽ ആരാധകരെ പാടെ നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് പന്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. 6 പന്ത് നേരിട്ട് ഒറ്റ റൺസ് പോലും നേടാൻ സാധിക്കാതെയാണ് പന്തിന്റെ മടക്കം. കുൽദീപ് യാദവിന്റെ പന്തിൽ ഡൽഹി വൈസ് ക്യാപ്റ്റൻ ഫാഫ് ഡു പ്ലസിസിന് ക്യാച്ച് നൽകിയായിരുന്നു പന്തിന്റെ മടക്കം. 7 വർഷത്തിന് ശേഷം ഇതാദ്യമായാണ് പന്ത് IPLൽ 0-ന് പുറത്താകുന്നത്. 2018 കൊൽക്കത്തയ്ക്കെതിരെയാണ് താരം ഇതിനു മുമ്പ് IPLൽ 0-ന് പുറത്തായത്. പന്ത് പുറത്തായി അധികം വൈകാതെ നിക്കോളസ് പൂരനും മടങ്ങി. 30 പന്തിൽ 75 റൺസ് നേടിയാണ് താരം മടങ്ങിയത്. ആകാശം തൊട്ട 7 സിക്സറും 6 ഫോറും അടങ്ങുന്നതായിരുന്നു താരത്തിന്റെ ഇന്നിംഗ്സ്. ഒടുവിൽ നിശ്ചിത ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 209 റൺസാണ് ലക്നൗ സൂപ്പർ ജയൻസ് നേടിയത്.